ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഫംഗ്ഷൻ തന്നെയാണ്. കുറേ ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കി തന്നെ പോകണം. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നല്ല നല്ല കമൻറ്റുകളാണ് പറയുന്നത്. ഇനിയും നന്നായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. എൻ്റെ ഇന്നത്തെ ക്ലാസ് ടുഡേ ഫംഗ്ഷൻ എന്താണെന്നാണ്. ടുഡേ ഫംഗ്ഷൻ, അതുപോലെ തന്നെ റിപ്പീറ്റ്, മോഡ്, നെക്സ്റ്റ് എന്താണ് റാൻഡ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് പഠിക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ എന്താണ് ക്ലാസ് എടുക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്തിനാണ് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് തന്നെ ടുഡേ ഫംഗ്ഷനാണ്. ടുഡേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് ബുക്ക് മീൻസ് അറിയാലോ, എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെല്ലിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ തന്നെ ഡേറ്റ് കിട്ടാനാണ് ഉപയോഗിക്കുന്നത്, ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഒരു ബ്ലാങ്ക് സെല്ലിൽ വയ്ക്കുക, അതിനുശേഷം ഈക്വൽ ടു ടുഡേ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കിട്ടി. വളരെയധികം എളുപ്പമാണ്. എല്ലാ ഫംഗ്ഷനും വളരെയധികം എളുപ്പമാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ മറക്കുകയും ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്. തലേദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. അതിനുശേഷമേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് റാൻഡ് ഫംഗ്ഷൻ. ഈ റാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 നും 0 നും ഇടയിലുള്ള സംഖ്യയാണ് എന്ന് പറയുന്നത് റാൻഡ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടുപിടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് 0.83 അങ്ങനെ വരും. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിലൂടെ തന്നെ ഞാൻ മനസ്സിലാക്കി തരുന്നതാണ്. അടുത്തതായിട്ട് റോമൻ ഫംഗ്ഷൻ. എന്താണ് റോമൻ ഫംഗ്ഷൻ? റോമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും അറിയാം റോമൻ എന്താണെന്ന്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ എഴുതില്ലേ നമ്മൾ, നമ്പേഴ്സ് അല്ല, ഇതുപോലെ തേർഡ് ഇങ്ങനെ എഴുതില്ലേ, അതാണ് റോമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് സെല്ലുകളിൽ ടൈപ്പ് ചെയ്യുക സംഖ്യകൾ. ഏതിനെയാണോ നമുക്ക് റോമൻ ആക്കേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കൂടുതൽ സംഖ്യകൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏതിനെയാണോ നമുക്ക് റോമൻ ആക്കേണ്ടത് അതിന് നേരെ കൊണ്ടുവച്ചതിന് ശേഷം എന്ത് കൊടുക്കുക, ഈക്വൽ ടു റോമൻ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏതിനെയാണോ സെലക്ട് ചെയ്യേണ്ടത്, ഏത് സംഖ്യയെയാണോ റോമൻ ആക്കേണ്ടത് ആ സംഖ്യനെ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ എന്ത് കൊടുത്തു, 3 ആണെന്നുണ്ടെങ്കിൽ 3ന് നേരെ ഇങ്ങനെ ഇതുപോലെ 3 എന്ന് റോമനായിട്ട് വരുന്നതാണ്. ഇനി പ്രാക്ടിക്കൽ നന്നായിട്ട് നിങ്ങൾ കാണുക. ഇനി മോഡ് ഫംഗ്ഷനാണ്. മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2ഓ അതിലധികമോ സെല്ലുകളിൽ നമുക്ക് ടൈപ്പ് ചെയ്യണം അല്ലേ. അതെന്താണ്, കുറച്ച് ഡാറ്റകൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക, കുറച്ച് ടേബിൾ പോലെ സെലക്ട് ചെയ്ത് വെക്കുക. ആ ടേബിളുകൾക്കുള്ളിൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ എത്ര എണ്ണമാണ്, ഏതാണ് റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് മോഡ് ഫംഗ്ഷൻ. അതെന്താണെന്ന് ഞാൻ പ്രാക്ടിക്കൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് റിപ്പീറ്റ് ഫംഗ്ഷനാണ്. റിപ്പീറ്റ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത്, ക്യാരക്ടേഴ്സ് ആവാം ക്യാരക്ടേഴ്സ്, സിമ്പിൾസ് എല്ലാതും നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുക, കുറച്ച് ടൈപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പറയുന്നത് പോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് റിപ്പീറ്റ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ഞാൻ എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് എം എന്ന് ടൈപ്പ് ചെയ്തു, ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്തു. അതിന് നേരെ തന്നെ എത്ര എണ്ണം വേണം, ഈ എം എത്ര എണ്ണം വേണം എന്നതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടീഷൻ കൊടുക്കുന്നത്. എം എന്നുള്ളത് 10 എണ്ണം വേണമെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, അത് റിപ്പീറ്റ് ചെയ്ത് വരും ഒരു 10 പ്രാവശ്യമെങ്കിലും എം ടൈപ്പ് ചെയ്ത് വരും. നെക്സ്റ്റ് മോഡ് ഫംഗ്ഷനാണ് മോഡ് ഫംഗ്ഷൻ വളരെ എളുപ്പമാണ്. 1ഓ 2ഓ സെല്ലുകളിൽ കുറച്ച് കൂടുതലായിട്ട് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്ത് വെച്ചതിൽ എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഉപയോഗിക്കുന്നത്, മോഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കുറച്ച് മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുക. മാറ്റർ മീൻസ് കുറച്ച് സിമ്പിൾസോ ക്യാരക്ടേഴ്സോ ടൈപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം എം എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു സെല്ലിൽ ആ എം എത്ര പ്രാവശ്യം വരണം എന്നുള്ളതാണ് റിപ്പീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം, സെല്ലിലെ ഈക്വൽ ടു എന്ത് കൊടുക്കണം, ഈക്വൽ ടു റിപ്പീറ്റ് റിപ്പീറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ. ഏത് സെല്ലിനെയാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോമ കൊടുക്കുക, എത്ര പ്രാവശ്യം വരണം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക്
പ്രാക്ടിക്കൽ തന്നെ കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രാവശ്യം എന്നല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒരു ഫംഗ്ഷൻ കുറേ പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സലിലെ ഫംഗ്ഷൻ തന്നെയാണ് ടുഡേ ഫംഗ്ഷൻ. അതെന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ റാൻഡ്, റോമൻ, മോഡ്, റിപ്പീറ്റ്. ഓക്കെ, റിപ്പീറ്റിനാണ് REPT എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ടുഡേ ഫംഗ്ഷൻ എന്താണ്? ടുഡേ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തു അല്ലേ, ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അന്നത്തെ ദിവസത്തെ എന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? അന്നത്തെ ദിവസത്തെ. ഓക്കെ, അന്നത്തെ ദിവസത്തെ ഡേറ്റ് അറിയാനാണ് ഇത് ഉപയോഗിക്കുന്നത്, ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈക്വൽ തന്നെ നമുക്ക് ചെയ്യണം അല്ലേ, ഈക്വൽ. അതിനുശേഷം എന്ത് കൊടുക്കണം? ടുഡേ ഫംഗ്ഷൻ്റെ ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക, TODAY, ടുഡേ ഫംഗ്ഷൻ. ടുഡേ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം എൻ്റർ ചെയ്യുക. കണ്ടോ, ഇതാണ് ഇന്നത്തെ ഡേറ്റ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ഡേറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടുഡേ, ബ്രാക്കറ്റ് ഓപ്പൺ, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. അപ്പോൾ ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് റാൻഡ്. റാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1നും 0നും ഇടയിലുള്ള അല്ലേ, 1നും 0നും ഇടയിലുള്ള റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റാൻഡ് ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? 1നും 0നും ഇടയിലുള്ളത്. അപ്പോൾ നമുക്ക് 0 അങ്ങനെയല്ലേ വരുന്നത് വാല്യൂ ഒക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു സെല്ലിൽ വെക്കുക, അതിനുശേഷം എന്ത് കൊടുക്കണം? ഈക്വൽ ഇടുക. കുറച്ചുകൂടി സൂം ചെയ്യുന്നുണ്ട്. ഈക്വൽ കൊടുക്കുക. ഈക്വൽ കൊടുത്തതിന് ശേഷം റാൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക, RAND, റാൻഡ്. എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ ചെയ്യുക. ഇത് മനസ്സിലായല്ലോ? ഇതാണ് ഏതെങ്കിലും ഒരു സെല്ലിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു സെല്ലിൽ വെച്ചിട്ട് ഈക്വൽ, റാൻഡ്, ബ്രാക്കറ്റ് ഓപ്പൺ, ക്ലോസ്, എൻ്റർ. ഓക്കെ, നെക്സ്റ്റ് റോമൻ ഫംഗ്ഷൻ. എന്താണ് റോമൻ ഫംഗ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്? റോമൻ ഫംഗ്ഷൻ എടുത്തപ്പോൾ വേണ്ട, റോമൻ ഫംഗ്ഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. 1 2 3 4 5 ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു 5 എന്ന് ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു 10 ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ 11, ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതൊരു സംഖ്യകൾ കുറച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സംഖ്യകൾ ടൈപ്പ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റോമൻ ചെയ്യാൻ പാടുള്ളൂ. റോമൻ എന്താണെന്ന് ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. റോമൻ എന്താണ്? റോമൻ സംഖ്യകളെ റോമൻ ഫംഗ്ഷൻ ആക്കാനായിട്ട്. റോമൻ അറിയാലോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എഴുതില്ലേ നമ്മൾ? അത് തന്നെ. ഫോർത്ത് എന്നൊക്കെ എഴുതില്ലേ നമ്മൾ? അതുപോലെ തന്നെ എഴുതാനായിട്ടാണ് ഇവിടെ നമ്മൾ സംഖ്യകളായിട്ടാണ് ഈ സെല്ലിൽ കൊടുത്തിരിക്കുന്നത്. സെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കോളംസ് അല്ലേ, കോളംസിലാണ് ടൈപ്പ് ചെയ്യുന്നത്. കുറച്ച് കോളംസിൽ കുറച്ച് സംഖ്യകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇത് കൊടുക്കുക, ഈ സംഖ്യകൾക്ക് നേരെ തന്നെ കഴ്സർ വെക്കുക. അതിനുശേഷം ഈ സെല്ലിലെ സംഖ്യേനെ എന്താക്കണം? ഈ സെല്ലിൽ റോമനായിട്ട് ചെയ്യണം. ഈ റോമൻ കണ്ടുപിടിക്കാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഈക്വൽ ടു. എന്താണ് ഈക്വൽ ടു? ഫസ്റ്റ് തന്നെ ഈക്വലാന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. റോമൻ, ROMAN, റോമൻ. വളരെ എളുപ്പമാണ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. ബ്രാക്കറ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സംഖ്യേനെയാണോ റോമൻ ആക്കേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതെ, ഇതുപോലെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇത് കൊടുത്തു, നമ്മൾ എൻ്റർ ചെയ്തു. വന്നില്ലേ ഇവിടെ ഫസ്റ്റ് നിന്ന്? ഇനി ഈ സെല്ലിൽ വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുക. ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ എല്ലാതും എന്തായി? റോമനായിട്ട് മാറിയിട്ടുണ്ട്. കാണുന്നില്ലേ? ഇങ്ങനെ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ഇതുപോലെ, ഫസ്റ്റ് സെക്കൻഡ് 5 ഇങ്ങനെ എഴുതാം, 4 ഇങ്ങനെ എഴുതാം. അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 20 എന്നുള്ളത് ഒരു 25 ആണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ എന്ത് തോന്നുന്നു? അതിൻ്റെ റോമൻ ഇവിടെ കാണിക്കും.
30 എന്ന് കൊടുത്ത് നോക്കിയേ. എന്നിട്ട് അതിനുശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 30. ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് റിപ്പീറ്റ് എന്താണെന്നാണ് പഠിക്കുന്നത്. എന്താണ് റിപ്പീറ്റ്? ഒന്നോ അതിലധികമോ ക്യാരക്ടേഴ്സ് അല്ലേ. ഇവിടെ നോക്കിയാൽ എം ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ എം എന്നുള്ളത് ഒരു 10 പ്രാവശ്യം ഈ സെല്ലിൽ വരണം. എവിടെ? ഈ സെല്ലിൽ ടൈപ്പ് ചെയ്ത് വരണം. അതിനാണ് റിപ്പീറ്റ് ഫംഗ്ഷൻ എന്ന് ഉപയോഗിക്കുന്നത്. ഇതിൽ ഹാഷ് കൊടുത്തിട്ടുണ്ട്, അറ്റ് ദ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അറ്റ് ദ റേറ്റ് എത്ര എണ്ണം വേണം എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അറ്റ് ദ റേറ്റ് 10 എണ്ണം വേണമെങ്കിൽ 10 എണ്ണം വരും. ഹാഷ് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ഹാഷ് എത്ര എണ്ണം വരും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റിപ്പീറ്റ് മനസ്സിലായല്ലോ. ഈ സെല്ലിൽ വെച്ചു, എമ്മിന് നേരെയുള്ള സെല്ലിൽ വെച്ചു. അതിനുശേഷം എന്ത് കൊടുത്തു? ഈക്വൽ ടു കൊടുത്തതിന് ശേഷം REPT റിപ്പീറ്റ് എന്ത് കൊടുക്കുക? റിപ്പീറ്റ് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എം എന്നുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഈ എമ്മിനെയാണ് നമുക്ക് എത്ര എണ്ണം വേണം എന്നുള്ളത് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. എമ്മിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോമ കൊടുക്കുക. എന്താണ്? കോമ. നെക്സ്റ്റ് എം എത്ര എണ്ണം വേണം? ഒരു 10 എണ്ണം വേണം. അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലേ, നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സ് എത്ര എണ്ണം വേണം എന്നുള്ളതാണ് ഈ സെല്ലിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെല്ലിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെല്ലിലും എന്താവും? ഇതുപോലെ നോക്കുക, കണ്ടോ? റിപ്പീറ്റ് ചെയ്യും. ഇതേപോലെ എത്ര എണ്ണം വേണം എന്നുള്ളത് ഇതുപോലെ വരും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതുപോലെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് മോഡ് ഫങ്ഷനാണ്. എന്താണ് മോഡ് ഫങ്ഷൻസ്? ആദ്യം പഠിക്കണം അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ടായിരിക്കണം. എന്നാൽ ഇത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ ഫങ്ഷൻസ് ഒക്കെ കേട്ടോ. അപ്പോൾ 2ഓ അതിലധികമോ സെല്ലുകളിൽ, ഇത് കുറേ സെല്ലുകളിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല, കുറച്ച് സെല്ലുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഡാറ്റ വയ്ക്കുക. 2ഓ അതിലധികമോ സെല്ലുകളിലെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഈ റോകളിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാണ്? 400 അല്ലേ. അപ്പോൾ എത്ര സെല്ലുകളിലായിട്ടാണ് ഇത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതലായിട്ട് 400 ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 400 എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, അങ്ങനെ വരാനായിട്ടാണ് മോഡ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ചെയ്ത് നോക്കാം. എന്ത് വേണം? ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ട് വയ്ക്കുക. ഈ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈക്വൽ ടു കൊടുത്തു, മോഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുത്തു? ഈ റോ ഫുള്ളും സെലക്ട് ചെയ്തു. അതിനുശേഷം എൻ്റർ കൊടുത്തു. നോക്കിയേ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 6 ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടോ. 6 ഈ സെല്ലിൽ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 6 ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് മോഡ് ഫങ്ഷൻ. ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.